മരിച്ചതുപോലെ മരിക്കാൻ നമുക്ക് കഴിയണം. അവരെ ആത്മാവത ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏതുപോലെയാണെന്ന് പറയുന്നു. ഒരു തോൽപാത്രത്തിന് ഒരു ചെറിയ ദ്വാരമുണ്ടായാൽ ആ ദ്വാരത്തിൽ ഒരു നൂലിട്ട് കൊടുത്താൽ ആ നൂലിലൂടെ വെള്ളത്തുള്ളികൾ ഉറ്റുറ്റായി വീഴുന്നത് പോലെ വളരെ നല്ല രൂപത്തിൽ, വേദനയില്ലാതെ വളരെ നല്ല രൂപത്തിൽ അതാ മെല്ലെ മെല്ലെ സ്വാലിഹീങ്ങളെ ആത്മാവ് പിടിക്കുന്നു. ഇസ്രായീൽ അത് പിടിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന നല്ലൊരു പട്ടിന്റെ വസ്ത്രം, ആ വസ്ത്രത്തിൽ ഇട്ടത് പൊതിയുന്നു, തുരുതുര ചുംബിക്കുന്നു, അടുത്ത മലക്കിലേക്ക് കൊടുക്കുന്നു. സഹോദരിമാരെ, വീണ്ടും അത് കൈമാറുന്നു. കൈമാറി ആകാശത്തേക്ക് എത്തുന്നു. ആകാശത്തിലേക്ക് എത്തുമ്പോ ആകാശ കവാടം അവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ തുറക്കപ്പെടുന്നു. ഒന്നാം ആകാശത്തിലുള്ള മലായിക്കത്ത് വന്നിട്ട് എന്തോ ഒരു സ്മരണമായ വരവേൽപ്പ് അല്ലേ, രണ്ടിലും വരവേൽപ്പല്ലേ, മൂന്നിലും വരവേൽപ്പ്, എല്ലായിടത്തും വലിയ സ്വീകരണം ഏറ്റുവാങ്ങി നിന്നെ ആനയിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഇല്ലേ, സ്വർഗത്തിലൊരു പദവിയാണ്, അവിടെ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് നിന്റെ ആത്മാവ് തിരിച്ചുവിടുന്നു എങ്ങോട്ട്? ഭൂമിയിലേക്ക്. അപ്പോഴേക്ക് നിന്നെ കൊണ്ടു ചെന്നതാ, നിന്നെ കുളിപ്പിച്ച് നിന്നെ കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് ആളുകൾ അതാ വല്ലാതെ കൂടുതലൊന്നും വെക്കില്ലല്ലോ, കുറച്ച് സമയം വെച്ച് വരേണ്ടവരൊക്കെ വന്നു എന്ന് കണ്ടാൽ നിന്നെ മാറ്റി ചമയിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി നിന്റെ ഭൗതിക ബോഡി വെക്കുമല്ലോ. ഒരാളുമില്ലാത്ത, തിരിഞ്ഞും മറിഞ്ഞും കടക്കാൻ സ്ഥലമില്ലാത്ത, ഒരു ലൈറ്റ് പോലുമില്ലാത്ത, ഒരു ദ്വാരമെങ്ങാനും ചെറുതെങ്കിലും ഉണ്ടെങ്കിൽ മൂടുകല്ല് വെച്ചതിന് ശേഷം ആ ദ്വാരം പോലും കുഴിയന്മാർ ഇല വെച്ചുകൊണ്ട് മണ്ണ് തേമ്പി അടയ്ക്കുകയാണ്. എന്നിട്ടോ സഹോദരിമാരെ, അതിന് മേലെ നമ്മുടെ മക്കൾ നെഞ്ഞത്തേക്ക് മണ്ണിട്ട്, കുടുംബക്കാര് മണ്ണിട്ട്, ആരാരുമില്ലാതെ നമ്മെ ഒറ്റക്കാക്കി പോരുന്ന വേള, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ നമ്മുടെ ആത്മാവത നമ്മളെ ഖബറിൽ ഭൗതിക ബോഡിയിലേക്ക് ഇട്ട് തരുന്നു. നമുക്ക് ജീവൻ ഉണ്ടാകുന്നു, നമുക്ക് ജീവൻ ഉണ്ടാവുകയാണ്. നിമിഷങ്ങളെ കൊണ്ട് ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ അവരൊക്കെ നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയം കഴിഞ്ഞാൽ എല്ലാവരും അവരവരെ വീട്ടിലേക്ക് പോകുമല്ലോ. നിങ്ങൾക്കറിയുമോ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ മയ്യത്തിന്റെ കൂടെ 3 വസ്തുക്കൾ പോകുന്നുണ്ട് പോൽ. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, നിന്റെ കുടുംബം. ആ കുടുംബക്കാർ നിന്നെ എത്ര സ്നേഹിച്ച കുടുംബക്കാരാണെങ്കിലും ആരാരും നിന്റെ ഖബറിൽ ഇറങ്ങിക്കിടക്കുന്നില്ല. എല്ലാരും ഖബർ വരെ വരുന്നു, ഖബറിലേക്ക് എത്തി നോക്കുന്നു, കുഴി ശരിയായിട്ടുണ്ടോ എന്ന് നോക്കുന്നു ചിലർ, മറ്റു ചിലർ ആവേദനയോടെ വന്ന് നോക്കുന്നു. എന്നിട്ടോ ഖബറിന്റെ വക്കില് വരെ ഉള്ളിലേക്ക് ഒരാളുമില്ല. പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തതും ദോഷം ചെയ്തതും നമ്മുടെ സുഹൃത്തുക്കളെ കണിവരയിൽപ്പെട്ടിട്ടാണല്ലോ. പുരുഷന്മാരാണെങ്കിൽ അധികവും അങ്ങനെ. സഹോദരിമാരും 4 പെണ്ണുങ്ങൾ കൂടിയപ്പോ ഒരു പെണ്ണിനെ കുറിച്ച് ചർച്ച നടന്നല്ലോ. അങ്ങനെ അവളെ കുറിച്ചുള്ളതും ഇല്ലാത്തതും പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞ് കുറെ സമയം ചെലവഴിച്ചല്ലോ. കമ്പനി ഇങ്ങോട്ട് കിട്ടിയപ്പോ ഹരമൂത്ത് പലതും പറഞ്ഞു പോയല്ലോ. ഒരു വർത്തമാനം പറയുമ്പോ ഉമ്മമാരെ 100 വട്ടം ചിന്തിക്കണം കേട്ടോ. അതിൽ വല്ല നിജസ്ഥിതിയുമുണ്ടോ? ഞാൻ ഈ സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ റബ്ബിന്റെ അരികിൽ എനിക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടുമോ? ഇത് 100 വട്ടം ചിന്തിച്ചിട്ടല്ലാതെ നിങ്ങളൊരു സംസാരവും സംസാരിച്ചു പോകരുത്. മനുഷ്യൻ ചെയ്ത സർവ്വ അഅ്മാലുകളെയും, നമ്മൾ അധ്വാനിച്ച് ചെയ്ത മുഴുവൻ അഅ്മാലുകളെയും മറ്റുള്ളവർ അവരുടെ ഏടിലാക്കി കൊണ്ടുപോകുന്നത് നാളെ ആഖിറത്തിൽ നമ്മൾ കാണാനിരിക്കുന്നു. നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു വഖത്തും നിസ്കാരം ഒഴിവാക്കാത്ത ഉമ്മമാർ എൻ്റെ മുന്നിലുണ്ടാവും. നല്ലവരായ സഹോദരിമാർ നിത്യേന ഖുർആൻ ഓതിയിരുന്നു, എല്ലാ നന്മകളും ചെയ്തിരുന്നു. പക്ഷേ ആഖിറത്ത് ചെല്ലുമ്പോ
നമ്മളെ വീടിൽ അതൊന്നും കാണാനില്ല. എന്താ സംഭവിച്ചതെന്നറിയോ? നിസ്സാര വാക്കുകളെ കൊണ്ട് നമ്മളെ അമാല് മറ്റാരോ കൊണ്ടുപോയി. നിങ്ങൾക്കറിയോ, ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോ കുറിയ ഒരു പെണ്ണ് വന്നു, നീളം കുറഞ്ഞ ഒരു പെണ്ണ് വന്നു, ഒരു ചോട്ടാ പെണ്ണെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാ. വന്ന ആവശ്യം നിർവഹിച്ച് പെണ്ണ് തിരിച്ചു പോയപ്പോ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ പെണ്ണിലുള്ള ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? എന്താണ് ആ പെണ്ണിനെ ഇത്ര ചെറുതാക്കിയതാവലെ തങ്ങളെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. ഒരാക്ഷേപ വാക്കാണോ? ഉള്ള ഒരു സത്യമാണ് ഇവിടെ പറഞ്ഞത്. ആ പെണ്ണിനെ ഇത്ര ചെറുതാക്കിയത് എന്താണാവോ എന്ന് ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ ആയിഷ ഖദ് ഇഖ്തബ്തിഹാ, ആ പെണ്ണിനെ കുറിച്ച് അങ്ങ് ഗീബത്ത് പറഞ്ഞു പോയി, അങ്ങ് ഗീബത്ത് പറഞ്ഞു പോയി. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം, എത്ര സഹോദരിമാരെ കുറിച്ച് നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നതിനിടക്ക് പറയലുണ്ട്. ഗീബത്തും നമീമത്തും പറഞ്ഞ് നമ്മുടെ സമയം. 4 സ്ത്രീകൾ ഇങ്ങോട്ട് കൂടിയാൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, ഇമ്മാന്റെ കുറ്റം മരുമക്കൾ പറഞ്ഞു പരത്തുക, മരുമക്കളുടെ കുറ്റം അമ്മായിമ്മയും പറഞ്ഞു പരത്തുക. നിസ്സാര പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് അയൽപക്കത്തെ വീടുകളിലൊക്കെ നടന്നുകൊണ്ട് ഈ പെണ്ണിനെ വല്ലാതെ ആക്ഷേപിക്കുക. ഉമ്മാനെ കുറിച്ച് മരുമകൾക്ക് ആക്ഷേപം തീരുന്ന സന്ദർഭമേ ഇല്ല. ഉമ്മ, എന്റെ പെങ്ങന്മാര്, നമ്മൾ അധ്വാനിച്ച അമാലുകളൊക്കെ വെറുതെ മറ്റുള്ളവർക്ക് കൊടുക്കണോ? ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്നറിയോ? കുറെ ആളുകൾ ഇങ്ങോട്ട് കൂടുമ്പോഴാണ് ദോഷം ഭരിക്കല്, കുറെ സംസാരം ഭരിക്കുമ്പോഴാണ് ദോഷം ഭരിക്കല്. നമ്മുടെ കുറെ കൂട്ടുകാർ, അവരോടൊപ്പം കൂടി നമ്മൾ തെറ്റ് ചെയ്തിരുന്നു. അവരെല്ലാം സ്വശരീരത്തെ കുറിച്ച് ആലോചിക്കാതെ അവരെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടിയപ്പോ ഒരു ഹരമായി വേണ്ടാത്ത കാര്യം കണ്ടിരുന്നു. ഒരു ഞായറാഴ്ച സീരിയൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയൽപക്കത്തെ വീട്ടിൽ ചെന്നുകൊണ്ട് 4 മണി മുതൽ 6:30 മണി വരെ അവിടെ ചെലവഴിച്ചിരുന്നു. വേണ്ടാത്തത് കണ്ടിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങളെ ഖബർ വരെ നിങ്ങളെ കൂട്ടുകുടുംബാദികൾ വന്നു, ഖബറിന്റെ വക്കിൽ ഇങ്ങനെ നിന്നു, എന്തി നോക്കി. അതിൽ കവിഞ്ഞ ഒരാളും നമ്മൾ ഒറ്റക്കാകുന്ന വേള, നമുക്ക് സഹായം കിട്ടേണ്ടുന്ന വേള ഒരാളും നമ്മുടെ കൂടെയില്ല. നമ്മൾ കുറെ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഇത് നമ്മുടെ കൂട്ടിനുണ്ടാകുന്നു. ഈ സ്വാലിഹായ മനുഷ്യന്റെ ശരീരം ഖബറിൽ വെച്ചു. നിങ്ങൾ നോക്ക്, നമുക്ക് കൂട്ടിനവിടെ ആരെങ്കിലും വേണ്ടേ? ഇല്ലാതിരുന്നാ നമ്മളെ അവസ്ഥ എന്താ? ഞാൻ എൻ്റെ ഉമ്മമാരോട്, പെങ്ങന്മാരോട്, പ്രവാസികളുടെ ഭാര്യമാരെൻ്റെ വയത് കേൾക്കാൻ വന്നിട്ടുണ്ടോ? എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? നിങ്ങളെ വീടുകളിൽ നിങ്ങളെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ലീവിന് വന്ന് 6 മാസം നിന്ന് തിരിച്ചു പോയപ്പോ ഈ 6 മാസത്തിനിടയ്ക്ക് നിങ്ങളൊരു പുതിയ വീടും ഉദ്ഘാടനം കഴിഞ്ഞ് ഭർത്താവ് നിങ്ങളെ തനിച്ചാക്കി ഗൾഫിലേക്ക് തിരിച്ചു പോയിയല്ലേ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് കൂട്ടിനാരുമില്ല. ചെറിയ 6 വയസ്സായ, 8 വയസ്സായ, അല്ലെങ്കിൽ 5 വയസ്സായ, ഒരു 3 വയസ്സുമായ 2-3 കുട്ടികള്, അവരെ നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ ഒറ്റക്കൊരു വീട്ടിൽ കിടക്കാൻ നിങ്ങൾക്ക് പേടി വരുന്നു. എന്നിട്ടോ ഭർത്താവ് ചുറ്റുമതിൽ കെട്ടിത്തന്നിട്ടുണ്ട്. അതിന് പുറമേ നിനക്ക് കാവലിന് 1-2 നായകളെയും വെച്ച് തന്നിട്ടുണ്ട്. എല്ലാമായിട്ടും ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ നിന്റെ ബെഡിൽ നിന്നൊരു ബട്ടൺ അമർത്തിയാൽ നിന്റെ വീടാകെ ലൈറ്റ് തെളിയുന്ന സംവിധാനമുണ്ട്. പക്ഷേ മോളെ, വിശാലമായ നിന്റെ ബെഡ്റൂമിൽ കിടക്കുമ്പോ സർവ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആ ബെഡ്റൂമിൽ നിന്ന്, അപ്പുറത്തെ ബെഡ്റൂമിൽ നിന്ന് ഒരു പല്ലിയുടെ കൊക്കൽ കേട്ടാൽ നിനക്ക് പേടി വരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, നീ ഉയരങ്ങളിൽ വെച്ച വസ്തു അറിയാതെ ഒന്ന് ചാടിപ്പോയാൽ
അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് നിനക്ക് വേജാറ് വരുന്നുണ്ടോ? നിനക്ക് പേടിയുണ്ടോ? എല്ലാ സൗകര്യങ്ങളുമുള്ള നിന്റെ ബെഡ്റൂം നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് നിനക്ക് പേടിയല്ലേ? പല പെണ്ണുങ്ങളും പേടിയായിട്ട് അയൽപക്കത്ത് നിന്ന് വീട്ടുകാരെ വിളിച്ച് കിടത്തുന്നു. അയൽപക്കത്തെ സ്ത്രീയെ ഇവിടെ കിടത്തുന്നു. മോളെ, ഒരു ലൈറ്റ് ഇടാൻ ഒരു സ്വിച്ചുമില്ല. വെറും മണ്ണ് വിരിച്ച മെത്തയിൽ കിടക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ ഇടമില്ലാതെ ഒരു കുടുസായ വീടില്ലേ? മൂട്